ടോപ്പ് ട്യൂഷന്റെ ബയോളജി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 2 ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസിലെ ഫോക്കസ്ഡ് ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: വാട്ട് ആർ ദ മേജർ ന്യൂട്രിയൻസ് പ്രസന്റ് ഇൻ ഫുഡ്? ഫുഡിൽ അടങ്ങിയിട്ടുള്ള മേജർ ന്യൂട്രിയൻസ് എന്തൊക്കെയാണ്? അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ പല ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട്. അതിലുള്ളതാണ് കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്, വിറ്റാമിൻസ്, മിനറൽസ് പോലെയുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: ദ ന്യൂട്രിയൻസ് വി ഗെറ്റ് ഫ്രം ഫുഡ് ആർ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, മിനറൽസ്, വിറ്റാമിൻസ്, ഫൈബർ ആൻഡ് വാട്ടർ. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബ്രേക്ക്ഫാസ്റ്റ്? ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്താൽ മാനസികമായിട്ടും അതുപോലെ ശാരീരികമായിട്ടും നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതിന് എക്സാമ്പിളായി പറയുകയാണെങ്കിൽ നമുക്ക് മെമ്മറി ലോസ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിലുള്ള അറ്റൻഷൻ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ പഠിക്കുന്ന കാര്യത്തിലൊക്കെ നമുക്ക് അറ്റൻഷൻ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ക്ഷീണം തോന്നും. അങ്ങനെ പല അസുഖങ്ങളും നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: skipping breakfast causes many problems like fatigue, drowsiness, lack of attention in studies, and loss of memory. Question: what is digestion? Digestion പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് മെറ്റീരിയൽസ് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിരിക്കും. അതിനെ സിമ്പിൾ അബ്സോർബിൾ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡൈജഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: the process of converting complex food materials into simple absorbable forms is called digestion. Question: name the chambers present in cow stomach to support rumination. Rumination support ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പശുവിൻ്റെ സ്റ്റൊമക്കിൽ കാണപ്പെടുന്ന ചേമ്പേഴ്സ് ഏതൊക്കെയാണ്? അപ്പോൾ ഒരു കൗവിൻ്റെ സ്റ്റൊമക്കിനകത്ത് മെയിനായിട്ട് 4 ചേമ്പേഴ്സ് ആണ് കാണപ്പെടുന്നത്. ഇത് വന്നിട്ട് റൂമിനേഷനെ സപ്പോർട്ട് ചെയ്യാനാണ്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ റൂമനാണ്, പിന്നെ ഒമാസം, അതുപോലെ തന്നെ അബോമാസം, റെറ്റിക്കുലം എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: there are 4 chambers in the stomach of cows named rumen, reticulum, omasum, abomasum. Question: what is the purpose of mechanical digestion in small intestine? സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ മെക്കാനിക്കൽ ഡൈജഷൻ്റെ പർപ്പസ് എന്താണ്? ഇപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വരുന്ന 2 മെക്കാനിക്കൽ ഡൈജഷൻ പറയുന്നത് ഒന്ന് പെരിസ്റ്റാൾസിസും പിന്നെ ഒന്ന് സെഗ്മെൻറ്റേഷനാണ്. അപ്പോൾ ഈ മെക്കാനിക്കൽ ഡൈജഷൻ എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഫുഡിൻ്റെ മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് ജ്യൂസുമായിട്ട് ഈ ഫുഡ് മിക്സ് ചെയ്യാനാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: mechanical processes such as peristalsis and segmentation in the small intestine help the movement of food and mix food with digestive juices. Question: what is pacemaker? Pacemaker പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ പേസ്മേക്കർ പറയുന്നത് ഒരു മെഡിക്കൽ ഡിവൈസ് ആണ്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് കൺട്രോൾ ചെയ്യാനാണ്. ഇതെങ്ങനെ കൺട്രോൾ ചെയ്യാന്ന് വെച്ചാൽ റൈറ്റ് ആർട്ടറിയത്തിലുള്ള ഇലക്ട്രിക്കൽ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് ഈ ഒരു പേസ് മേക്കർ ഹാർട്ട് ബീറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: എ പേസ് മേക്കർ ഈസ് എ മെഡിക്കൽ ഡിവൈസ് ദാറ്റ് ഹെൽപ്സ് കൺട്രോൾ ദ ഹാർട്ട് ബീറ്റ് ബൈ ജനറേറ്റിംഗ് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഓൺ ദ വാൾ ഓഫ് റൈറ്റ് ആർട്ടറിയം. ക്വസ്റ്റ്യൻ: ഫോർ വാട്ട് പർപ്പസ് ഡസ് ബ്ലഡ് എൻ്റർ ദ ലങ്സ്? ബ്ലഡ് എന്ത് പർപ്പസിനാണ് ലങ്സിലോട്ട് എൻ്റർ ആവുന്നത്? അപ്പോൾ ബ്ലഡ് ലങ്സിലോട്ട് എൻ്റർ ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യാനും അതിനോടൊപ്പം തന്നെ ഓക്സിജൻ അബ്സോർബ് ചെയ്യാനും വേണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: ബ്ലഡ് എൻ്റർ ദ ലങ്സ് ടു റിലീസ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ടു അബ്സോർബ് ഓക്സിജൻ. ക്വസ്റ്റ്യൻ: നെയിം 2 ബോഡി പാർട്സ് വേർ വൺ ക്യാൻ ഫീൽ പൾസ് അപ്പാർട്ട് ഫ്രം ദ റിസ്റ്റ്. റിസ്റ്റ് അല്ലാതെ വേറെ ഏത് ബോഡി പാർട്സിലാണ് നമുക്ക് പൾസ് ഫീൽ ചെയ്യുന്നത്? അപ്പോൾ റിസ്റ്റ് കൂടാതെ നമുക്ക് പിന്നെ പൾസ് ഫീൽ ചെയ്യുന്ന 2 പാർട്സ് എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ഫോർഹെഡിൻ്റെ 2 സൈഡിലും പിന്നെ വരുന്നത് നമ്മുടെ നെക്കിലുമാണ്. അപ്പോൾ ഇതിന് ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: അപ്പാർട്ട് ഫ്രം ദ റിസ്റ്റ് വി ക്യാൻ ഫീൽ പൾസ് ഓൺ നെക്ക്
and both the sides of the forehead. Question: what is junk food? Why we have avoid the consumption of junk food? ജങ്ക് ഫുഡ് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എന്തുകൊണ്ടാണ് ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യണമെന്ന് പറയുന്നത്? അപ്പോൾ ഹൈ കലോറിയും ലോ ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള ഫുഡ് ഐറ്റത്തിനെയാണ് നമ്മൾ ജങ്ക് ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജങ്ക് ഫുഡ് നമ്മൾ ഒരുപാട് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ പല ഹെൽത്ത് ഇഷ്യൂസും വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഹാർട്ട് ഡിസീസ്, ഡയബറ്റീസ് പോലത്തെ പല അസുഖങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ജങ്ക് ഫുഡ് ഒഴിവാക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: junk foods are food with high calories and low nutritional value. Consuming junk food regularly can lead to malnutrition and other health problems like obesity, heart disease and diabetes. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. Question: where in the digestive system does the absorption of most nutrients, water and salt occur? ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ എവിടെയാണ് ന്യൂട്രിയൻസിൻ്റെയും അതുപോലെ വാട്ടർ, സോൾട്ടിൻ്റെയൊക്കെ അബ്സോർപ്ഷൻ നടക്കുന്നത്? ഇപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ന്യൂട്രിയൻസ്, അതായത് മിനറൽസ്, വിറ്റാമിൻസിൻ്റെയൊക്കെ അബ്സോർപ്ഷനും അതുപോലെ തന്നെ വാട്ടർ, സോൾട്ടിൻ്റെയൊക്കെ അബ്സോർപ്ഷൻ നടക്കുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. ബാലൻസ് വരുന്ന വാട്ടറും സോൾട്ടും പിന്നീട് അത് അബ്സോർബ് ചെയ്തെടുക്കുന്നത് ലാർജ് ഇൻറ്റസ്റ്റൈനിലാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: the absorption of simple nutrients, water, vitamins and minerals mainly take place in the small intestine. The absorption of remaining water and salts occurs in large intestine. Question: what is transpiration? Transpiration പറഞ്ഞാൽ എന്താണ്? പ്ലാന്റ്സിലുള്ള എക്സസ് ആയിട്ടുള്ള വാട്ടർ അതിൻ്റെ ലീവ്സിലൂടെ പുറന്തള്ളുന്നു. അതായത് ഇവോപ്പറേഷൻ വഴി അത് പുറത്തോട്ട് പോകുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: ട്രാൻസ്പിറേഷൻ ഈസ് ദ ലോസ് ഓഫ് എക്സസ് വാട്ടർ ഫ്രം പ്ലാന്റ്സ് ത്രൂ ദെയർ ലീവ്സ്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ ഫങ്ഷൻസ് ഓഫ് മൗത്ത് ഇൻ ദ കെമിക്കൽ ഡൈജഷൻ? കെമിക്കൽ ഡൈജഷനിൽ മൗത്തിൻ്റെ ഫങ്ഷൻ എന്താണ്? ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുമ്പം ആദ്യം മൗത്തിലോട്ടാണ് ഫുഡ് എത്തുന്നത്. അവിടെ സലൈവറി അമിലൈസുമായിട്ട് അത് മിക്സ് ചെയ്തിട്ടാണ് ആദ്യത്തെ ഡൈജഷൻ നടക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മൗത്തിൽ നടക്കുന്ന കെമിക്കൽ ഡൈജഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: the digestion of starch begins in the mouth with salivary amylase from the salivary glands. Question: what is the importance of esophagus in the chemical digestion? കെമിക്കൽ ഡൈജഷനിൽ ഈസോഫാഗസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അപ്പോൾ കെമിക്കൽ ഡൈജഷൻ സമയത്ത് ഈസോഫാഗസ് ആണ് പെരിസ്റ്റാലിസിസ് വഴി ഫുഡിനെ സ്റ്റൊമക്കിലോട്ട് മൂവ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നോക്കാം. ആൻസർ: ഇൻ ഈസോഫാഗസ് പെരിസ്റ്റാലിസിസ് മൂവ്സ് ദ ഫുഡ് ഇൻ ടു ദ സ്റ്റൊമക്ക്. ക്വസ്റ്റ്യൻ: ഡിസ്ക്രൈബ് സം ഓഫ് ദ ബെസ്റ്റ് പ്രാക്ടീസസ് ഓഫ് ഡെന്റൽ കെയർ. ഡെന്റൽ കെയറിന് വേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഡെന്റൽ കെയറിന് വേണ്ടിയിട്ട് നമുക്ക് ഡെയിലി 2 തവണയെങ്കിലും ബ്രഷ് ചെയ്യാം. പിന്നെ ഓരോ മീൽ കഴിച്ചതിന് ശേഷവും ബ്രഷ് ചെയ്യാൻ നോക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്വീറ്റ്സ്, ചോക്ലേറ്റ്സ് ഒക്കെ മാക്സിമം കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ വളരെ ഹോട്ടായിട്ടുള്ള അതുപോലെ വളരെ കോൾഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഒന്നുകൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: ബ്രഷിംഗ് ടീത്ത് ട്വൈസ് എ ഡേ, കൺട്രോൾഡ് യൂസ് ഓഫ് സ്വീറ്റ്സ് ആൻഡ് ചോക്ലേറ്റ്സ്, clean the mouth after each meal, include calcium-rich food, avoid extremely cold or hot food. Question: explain the food swallowing process. Food swallowing processനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഫുഡ് സ്വോളോ ചെയ്യുന്ന പ്രോസസ്സിൽ സെവറൽ സ്റ്റെപ്സ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അതായത് മൗത്തിൽ നിന്നും സ്റ്റൊമക്കിൽ ആ ഫുഡ് എത്തുന്നതിന് വേണ്ടിയിട്ട് കുറേ സ്റ്റെപ്സുകളുണ്ട്. അല്ല, ആദ്യം വന്നിട്ട് നമ്മൾ ഫുഡ് മൗത്തിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫുഡിനെ ടങ്ക് വന്നിട്ട് ഒരു ബോൾ ഷേപ്പിലോട്ട് മാറ്റും. എന്നിട്ട് അതിനെ ഫാരിങ്സ് പറഞ്ഞ പാർട്ടിലോട്ട് പുഷ് ചെയ്ത് വിടും. ആ സമയത്ത് തന്നെ യുവോള വന്നിട്ട് നമ്മുടെ നാസൽ കാവിറ്റീനെ ബ്ലോക്ക് ചെയ്ത് വെക്കും. പിന്നീട് ഈ ഒരു ഫുഡ് വന്നിട്ട് എപ്പിഗ്ലോട്ടിസ് വഴി നമ്മുടെ ഈസോഫാഗസിലാണ് എത്തുന്നത്.
അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: swallowing food involves several steps to move it safely from the mouth to the stomach. The tongue forms the food into a ball and pushes it towards the pharynx, while the uvula blocks the nasal cavity. The tongue moves the food over the epiglottis into esophagus, and muscles in the pharynx push it down. The trachea rises and is covered by the epiglottis. Question: explain the chemical digestion of lipid. ലിപ്പിഡിന്റെ chemical digestion കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇപ്പോൾ സ്റ്റൊമക്കിൽ വന്നിട്ട് അതിൻ്റെ pH വാല്യൂ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് വന്നിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഇത് നമ്മുടെ ലിപ്പിഡിനെയൊക്കെ ഡൈജസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സ്റ്റൊമക്കിൽ വന്നിട്ട് വേറൊരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ലിപ്പാസേ വന്നിട്ട്. അതൊരു പാൻക്രിയാറ്റിക് എൻസൈമാണ്. ഈ ലിപ്പാസേ വന്നിട്ട് ലിപ്പിഡിനെ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യും. എവിടെ? സ്റ്റൊമക്കിൽ വെച്ചിട്ട്. അതിനുശേഷം ഈ ലിപ്പിഡ് വന്നിട്ട് ഡിയോഡനത്തിൽ എത്തുമ്പോൾ ഈ ലിപ്പാസേ ലിപ്പിഡിനെ ഫുള്ളി ഡൈജസ്റ്റ് ചെയ്തിട്ട് അതിനെ ഗ്ലിസറോളായിട്ടും അതുപോലെ ഫാറ്റി ആസിഡായിട്ടും കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഒന്നുകൂടി വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: hydrochloric acid from the gastric glands regulates the stomach's pH to enhance enzyme activity in digestion. Partial digestion of lipids happen by pancreatic enzyme lipases in stomach. Lipases completely digest the lipid into fatty acid and glycerol in duodenum. Question: how does starch undergo chemical digestion? സ്റ്റാർച്ച് എങ്ങനെയാണ് കെമിക്കൽ ഡൈജഷനിൽ ഡൈജസ്റ്റ് ആവുന്നത്? ഇപ്പോൾ സ്റ്റാർച്ചിൻ്റെ ഡൈജഷൻ മൗത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് സലൈവറി ഗ്ലാൻഡ്സിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന സലൈവറി അമിലേസുമായിട്ട് ഈ ഒരു സ്റ്റാർച്ച് മിക്സ് ചെയ്യുകയാണ് ആദ്യം ചെയ്യുന്നത്. പിന്നീട് സ്റ്റൊമക്കിൽ എത്തുമ്പോൾ അവിടെ യാതൊരു ഡൈജഷനും നടക്കുന്നില്ല. കാരണം സ്റ്റൊമക്ക് പറയുന്നത് ഒരു ആസിഡിക് എൻവിറോൺമെൻറ്റ് ആയതുകൊണ്ട്. പിന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് അവിടെ ലിവർ, പാൻക്രിയാസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡൈജസ്റ്റീവ് ജ്യൂസ് വന്നിട്ട് ഈ ഒരു സ്റ്റാർച്ചിനെ സ്മോളർ കമ്പോണൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റാർച്ചിൻ്റെ ഡൈജഷന് വേണ്ടിയിട്ട് മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് പാൻക്രിയാറ്റിക് അമിലേസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഒന്നും കൂടി എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: the digestion of starch begins in the mouth with salivary amylase from the salivary glands. No starch digestion happens in stomach due to acidic environment. In small intestine, the digestive juices produced from liver, pancreas, and intestinal carbohydrates convert complex carbohydrates into simple components like glucose, fructose, and galactose. Pancreatic amylase helps in starch digestion. ഹൈസ്കൂളിൽ അക്കാഡമിക് എക്സലൻസിന് തയ്യാറാവുന്ന സ്റ്റുഡൻസിന് ഒരു സന്തോഷ വാർത്ത. ടോപ്പ് ട്യൂഷൻ്റെ എക്സ്പീരിയൻസ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് എക്സെപ്ഷണൽ അക്കാഡമിക് കോച്ചിങ് നൽകുന്നു. റെഗുലർ ക്ലാസ്സസിന് പുറമെയുള്ള ടോപ്പ് ട്യൂഷൻ്റെ വീഡിയോ നോട്ട്സും റെഗുലർ ടെസ്റ്റുകളും നിങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യുന്നു. ഞങ്ങളുടെ സ്മോൾ ബാച്ച് സൈസ് സ്റ്റുഡൻസിന് ഇൻഡിവിജ്വൽ അറ്റൻഷൻ എൻഷുർ ചെയ്യുന്നു. ടോപ്പ് ട്യൂഷൻ്റെ എക്സാം റിവിഷനിലൂടെയും എക്സാം പ്രിപ്പറേഷനിലൂടെയും ഉയർന്ന മാർക്കുകൾ സ്കോർ ചെയ്യാം. ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ് ജോയിൻ ചെയ്യുവാൻ ഇന്ന് തന്നെ വിളിക്കുക 800-606-6363. Question: explain the structure of small intestine. സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത് ലോങ്ങും അതുപോലെ തന്നെ കോയിൽഡും ആയിട്ടുള്ള ഒരു മസ്കുലർ ട്യൂബാണ്. ഇതിനകത്ത് നമുക്ക് ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് കാണാൻ കഴിയും. അതിന് നമ്മൾ വില്ലൈ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഈ ഒരു പെക്യുലിയർ സ്ട്രക്ചർ വന്നിട്ട് നമ്മുടെ അബ്സോർപ്ഷൻ പ്രോസസ്സും അതുപോലെ തന്നെ ഡൈജഷനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഒന്നും കൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: the small intestine is a long, coiled, muscular tube with 6 meters in length and 2.5 centimeters in diameter. Finger-like projections called villi are found throughout the inner wall of small intestine. These structures increase the surface area of absorption drastically. The peculiar structure of small intestine is highly helpful for the digestion and absorption process. Question: describe detailed structure of villus. Villusന്റെ detailed structure നെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക.
ഇപ്പോൾ വില്ലസ് പറയുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഇന്നർ വോളിൽ കാണപ്പെടുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസുകളാണ്. ഇതിന് മെയിനായിട്ട് 3 പാർട്സ് ആണ് വരുന്നത്. അതിൽ ആദ്യത്തെ പാർട്ട് പറയുന്നത് സിംഗിൾ ലെയേർഡ് എപ്പിത്തീലിയൽ സെല്ലാണ്. പിന്നെ വരുന്നത് ബ്ലഡ് കാപ്പിലറീസ്. മൂന്നാമത്തെ പാർട്ട് പറയുന്നത് ലാക്ടിയൽ ആണ്. അപ്പോൾ ഈ ഓരോ പാർട്സ് എന്താണെന്നും അതെങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: Villus is the finger-like projections present throughout the inner wall of the small intestine. 3 major parts of villus are single-layered epithelial cells, the primary surface for the absorption of nutrients. Blood capillaries, an artery branch enters the villus to form blood capillaries. They unite to form vein and absorb glucose, fructose, galactose, and amino acids. Lacteal, the branch of lymph vessels which absorbs fatty acid and glycerol into its lymph. Question: briefly explain different components of blood. ബ്ലഡിൽ വരുന്ന ഡിഫറെൻറ്റ് കമ്പോണൻസിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ബ്ലഡിനകത്ത് മെയിനായിട്ട് 2 കമ്പോണൻസ് ആണ് വരുന്നത്. ഒന്ന് പ്ലാസ്മയും പിന്നെ വന്നിട്ട് ബ്ലഡ് സെൽസും. ഇപ്പോൾ പ്ലാസ്മ വന്നിട്ട് ബ്ലഡിൻ്റെ 55% ആണ് കവർ ചെയ്യുന്നത്. ബാലൻസ് 45% ബ്ലഡ് സെൽസ് ആണ് കവർ ചെയ്യുന്നത്. അപ്പോൾ പ്ലാസ്മയിനകത്ത് കാണപ്പെടുന്നത് വാട്ടറും അതുപോലെ പ്രോട്ടീൻസും ആണ്. പ്രോട്ടീൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ആൽബുമിൻ, ഗ്ലോബുലിൻ എന്നിവയ്ക്കാണ്. ബ്ലഡ് സെൽസ് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ 45% ഓഫ് ദി ബ്ലഡ് കവർ ചെയ്യുന്നത് ഈ ബ്ലഡ് സെൽസ് ആണ്. അപ്പോൾ ബ്ലഡ് സെൽസ് പറയുമ്പോൾ റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട്, വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട്, അതുപോലെ പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. The major components of blood are divided into plasma. Plasma covers 50% of blood. Major components are water and proteins like albumin, globulin, fibrinogen. Blood cells covers 45%. Major components are red blood cells, white blood cells, and platelets. Question: list out the proteins present in plasma. Give specific functions. പ്ലാസ്മയിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻസിനെ കുറിച്ചിട്ട് ലിസ്റ്റ് ചെയ്യുക, അതിൻ്റെ ഫങ്ഷൻസും കൂടി പറയാം. ഇപ്പോൾ പ്ലാസ്മയ്ക്കകത്ത് മെയിനായിട്ട് 3 പ്രോട്ടീൻസ് ആണ് വരുന്നത്. ഒന്ന് ആൽബുമിനും പിന്നെ ഗ്ലോബുലിനും പിന്നെ വരുന്നത് ഫിബ്രിനോജനാണ്. അപ്പോൾ ഈ 3 അതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് നോക്കാം. ആൻസർ: ആൽബുമിൻ റെഗുലേറ്റ്സ് ബ്ലഡ് പ്രഷർ. ഗ്ലോബുലിൻ സിന്തസൈസ് ആൻറ്റിബോഡീസ് ഫോർ ഇമ്മ്യൂണിറ്റി. ഫിബ്രിനോജൻ plays a major role in the coagulation of blood. Question: where is heart positioned? What is the major functionality of heart? ഹാർട്ട് എവിടെയാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ മേജർ ഫങ്ഷനാലിറ്റി എന്താണ്? ഇപ്പോൾ ഹാർട്ട് പറയുന്നത് ഒരു മസ്കുലർ ഓർഗൻ ആണ്. അതിനെ പൊസിഷൻ ചെയ്തിരിക്കുന്നത് തൊറാസിക് കാവിറ്റിയിൽ ഒന്ന് ലെഫ്റ്റിലോട്ട് ടിൽഡ് ചെയ്തിട്ടാണ്. ഇതിൻ്റെ മേജർ ഫങ്ഷനാലിറ്റി പറയുന്നത് നമ്മുടെ ബോഡിയിലുള്ള എല്ലാ പാർട്സിനും ബ്ലഡ് പമ്പ് ചെയ്യുന്നത് ഹാർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: ഹാർട്ട് ഈസ് എ മസ്കുലർ ഓർഗൻ പൊസിഷൻ സ്ലൈറ്റ്ലി ടിൽഡ് ടുവാർഡ്സ് ദ ലെഫ്റ്റ് ഇൻ ദ thoracic cavity. The heart pumps blood continuously through blood vessels to all parts of the body. Question: how the heart works? Specify the sequence of actions. ഹാർട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൽ വരുന്ന സീക്വൻസ് ഓഫ് ആക്ഷൻസിനെ കുറിച്ചിട്ട് സ്പെസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഹാർട്ടിൻ്റെ മെയിൻ ഫംഗ്ഷൻ പറയുന്നത് ബോഡി പാർട്സിലോട്ട് ബ്ലഡ് വെസൽസ് വഴി ബ്ലഡ് എത്തിക്കുക എന്നതാണ്. ഇപ്പോൾ ഹാർട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഹാർട്ടിൽ വരുന്ന റൈറ്റ് ആർട്ടറിയത്തിലോട്ട് ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് എൻ്റർ ചെയ്യുന്നു. അത് വന്നിട്ട് റൈറ്റ് വെൻട്രിക്കിളിലൂടെ ലങ്സിലോട്ട് എൻ്റർ ആവുന്നു. അതിനുശേഷം ലെഫ്റ്റ് ആർട്ടറിയത്തിലൂടെ ഓക്സിജനേറ്റഡ് ബ്ലഡ് എൻ്റർ ആവുകയും അതുപോലെ തന്നെ ലെഫ്റ്റ് വെൻട്രിക്കിൾസിലൂടെ മറ്റ് ബോഡി പാർട്സിലോട്ട് ഈ ഒരു ബ്ലഡ് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും കൂടി നമുക്ക് അതിൻ്റെ സീക്വൻസ് ഓഫ് ആക്ഷൻസ് ഒക്കെ സ്പെസിഫൈ ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: the heart circulates blood through the body in a series of steps. The right atrium receives deoxygenated blood from the body and the left atrium gets oxygenated blood from the lungs. During atrial systole, the atria contract, sending blood to the ventricles. In ventricular systole, the ventricles contract, sending blood from the right ventricle to the lungs and from the left ventricle to the body. During joint diastole, the ventricles relax and the cycle repeats. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. Question: why the blood circulation in human is said to be double circulation?
എന്തുകൊണ്ടാണ് ഹ്യൂമനിലുള്ള ബ്ലഡ് സർക്കുലേഷൻ വന്നിട്ട് ഡബിൾ സർക്കുലേഷൻ ആണെന്ന് പറയുന്നത്? ഡബിൾ സർക്കുലേഷൻ എന്താ പറയുന്ന കാരണം ഒറ്റ സൈക്കിളിൽ തന്നെ ഹാർട്ടിലോട്ട് 2 തവണ ബ്ലഡ് പാസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന് ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്നത്. അതായത് ആദ്യം ഓക്സിജൻ റിച്ച് ബ്ലഡ് ബോഡിയിലുള്ള എല്ലാ പാർട്സിലും പോയതിനു ശേഷം പിന്നീട് ഓക്സിജൻ പുവർ ബ്ലഡ് തിരിച്ച് റിട്ടേൺ ചെയ്യുന്നു. ഈ ഓക്സിജൻ പുവർ ബ്ലഡിനെ ലങ്സിലോട്ട് പാസ് ചെയ്തിട്ട് അവിടെ ഓക്സിജൻ പിക്ക് ചെയ്തിട്ട് അതിന് വീണ്ടും ഓക്സിജൻ റിച്ച് ബ്ലഡ് ആയിട്ട് ഈ ഒരു സൈക്കിൾ കണ്ടിന്യൂ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഡബിൾ സർക്കുലേഷൻ നടക്കുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ ഒന്നുകൂടെ ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: double circulation means blood passes through the heart twice in one cycle. First, oxygen-rich blood is pumped to the body and returns as oxygen-poor blood. Then, oxygen-poor blood is sent to the lungs to pick up oxygen and return as oxygen-rich blood to start the cycle again. Question: what are the factors that adversely affect the health of the heart? ഹാർട്ടിന്റെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? അപ്പോൾ ഹാർട്ടിന്റെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് വന്നിട്ട് ഒന്ന് ലാക്ക് ഓഫ് എക്സസൈസ് ആണ്. പിന്നെ നമ്മൾ അൺഹെൽത്തി ഡയറ്റ് ഒക്കെ എടുക്കുമ്പോൾ ഹാർട്ടിന് എഫക്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ യൂസ് ഓഫ് ഡ്രഗ്സ്, അതുപോലെ തന്നെ ആൽക്കഹോൾ, സ്മോക്കിംഗ് ഒക്കെ ഹാർട്ടിന്റെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇതിന്റെ ഉത്തരം ഒന്നും കൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: some of the factors that adversely affect the heart health are lack of exercise, unhealthy food habits, use of alcohol and drugs, smoking, hypertension. Question: what is tissue fluid? What is the role of tissue fluid in the exchange of substances? Tissue fluid പറഞ്ഞാൽ എന്താണ്? സബ്സ്റ്റൻസ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിൽ ടിഷ്യൂ ഫ്ലൂയിഡിന്റെ റോള് എന്താണ്? ബ്ലഡ് വന്നിട്ട് ബ്ലഡ് വെസലിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് വെസലിലുള്ള കാപ്പിലറി വോളിന്റെ ചെറിയ ചെറിയ പോസിൽ കൂടെ ബ്ലഡിലുള്ള ഫ്ലൂയിഡ് ലീക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത്തരം ഫ്ലൂയിഡ് വന്നിട്ട് സെൽസിന്റെ സ്പേസിന്റെ ഇടയിൽ എത്തുകയും ഇതിനെയാണ് നമ്മൾ ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അപ്പൊ ടിഷ്യൂ ഫ്ലൂയിഡ് വന്നിട്ട് ബ്ലഡും സെൽസിന്റെയും ഇടയിൽ ന്യൂട്രിയൻസ്, അതുപോലെ തന്നെ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, വേസ്റ്റ് പ്രൊഡക്റ്റ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ ഒന്നും കൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: when blood flows through capillaries, the fluid part of the blood oozes, that is leaks into intercellular spaces through minute pores of the capillary wall. This fluid is the tissue fluid. It helps in the exchange of nutrients, oxygen, carbon dioxide and waste products between the blood and cells. Question: what are the types of tissues in plants? Explain the functions of each. പ്ലാന്റ്സിൽ കാണപ്പെടുന്ന ടൈപ്സ് ഓഫ് ടിഷ്യൂസ് ഏതൊക്കെയാണ്, അതിന്റെ ഫങ്ഷൻസും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ പ്ലാന്റ്സിൽ മെയിനായിട്ട് 2 ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ആണ് കാണുന്നത്. ഒന്ന് സൈലോ, മറ്റൊന്ന് ഫ്ലോയും. സൈലം വന്നിട്ട് വാട്ടറും സോൾട്ടൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതേസമയം ഫ്ലോയം വന്നിട്ട് ഈ ഒരു പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്ത ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: the two tissues present in plants includes xylem transports water and salts, phloem transport the food that is produced. Question: explain how the conduction of water takes place in plants. പ്ലാന്റ്സിനകത്ത് വാട്ടർ കണ്ടക്ഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ പ്ലാന്റ്സിനൊക്കെ വാട്ടർ ലഭിക്കുന്നത് റൂട്ടിലൂടെയാണ്. അതായത് റൂട്ടിൽ വെള്ളം എൻ്റർ ചെയ്യുന്നത് ഓസ്മോസിസ് വഴിയാണ്. ഇപ്പോൾ ഓസ്മോസിസ് വഴി തന്നെയാണ് ഈ ഒരു വെള്ളം റൈസ് ചെയ്തിട്ട് പ്ലാന്റ്സിന്റെ സൈലം ട്യൂബ്സിൽ എത്തിയിട്ട് അത് ലീവ്സിലോട്ട് എത്തുകയാണ് ചെയ്യുന്നത്. മറ്റൊരു വഴി പറയുന്നത് ട്രാൻസ്പിറേഷൻ ആണ്. അതായത് ലീവ്സിലുള്ള എക്സസ് വാട്ടർ ലോസ് ചെയ്യുമ്പോഴും നമുക്ക് ഈ ഒരു റൂട്ടിൽ നിന്നുള്ള വാട്ടർ ഇതിനകത്ത് റൈസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റ്സിനകത്ത് വാട്ടർ കണ്ടക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. വാട്ടർ എൻറ്റേഴ്സ് ദ റൂട്ട് സെൽസ് ബൈ ഓസ്മോസിസ്. Osmosis helps water to move up through the xylem tubes and reaches leaves. Loss of water from the leaves through transpiration also causes water to rise through the xylem tubes. Question: explain the conduction of food in plants. പ്ലാന്റ്സിനകത്ത് ഫുഡ് കണ്ടക്ഷനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഫോട്ടോസിന്തസിസിന്റെ പ്രോസസ്സ് വഴി ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യും.
ഈ ഗ്ലൂക്കോസ് പിന്നീട് സക്രോസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് സീവ് ട്യൂബിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സീവ് ട്യൂബിലുള്ള സക്രോസിന്റെ ഹൈ കോൺസെൻട്രേഷൻ കാരണം സൈലന്റ് ട്യൂബിലുള്ള വാട്ടർ ഇത് വലിച്ചെടുക്കുകയും അവിടെ ഒരു ഹൈ പ്രഷർ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. ഈ ഒരു പ്രഷർ മൂലം ഈ ഒരു പ്രഷറിന്റെ സഹായത്തോടു കൂടി ഈ സക്രോസ് വന്നിട്ട് സീവ് ട്യൂബിലൂടെ ട്രാൻസ്പോർട്ടേഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ ഒന്നും കൂടി വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: glucose made in leaves during photosynthesis is converted to sucrose and moved into sieve tubes using energy. The high concentration of sucrose in the sieve tubes draws water from nearby xylem tubes, creating high turgor pressure that helps transport sucrose through the sieve tubes. Question: write a short note on types of cells found in the xylem plant tissue. Xylem plant ടിഷ്യൂവിൽ കാണപ്പെടുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസിനെ കുറിച്ചിട്ട് ഷോർട്ട് നോട്ട് എഴുതാം. ഇപ്പൊ സൈലം പ്ലാന്റ് ടിഷ്യൂവിനകത്ത് മെയിൻ ആയിട്ട് 2 ടൈപ്പ് സെല്ലാണ് കാണാൻ കഴിഞ്ഞത്. അതിൽ ഒരു സെല്ല് പറയുന്നത് ട്രക്കീഡ്സും മറ്റത് വന്നിട്ട് വെസൽസും ആണ്. അപ്പൊ ട്രക്കീഡ്സ് പറയുന്നതും വെസൽസ് പറയുന്നതും ഡെഡ് സെല്ലുകളാണ്. അപ്പൊ അതിന്റെ ഡിഫറെന്റ് ഷേപ്സുകളാണ് ഉള്ളത്. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: 2 types of xylem tissues are as follows. Tracheids are dead cells. They form the small veins of the leaves, long and spindle-shaped. Vessels are dead cells. As the cross walls have broken down, it look like long pipes. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ.